ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ ചർച്ചയാകുന്ന ഒരു വിഷയമാണ് തമിഴ് സിനിമ സൂപ്പർ താരവും രാഷ്ട്രീയ നേതാവുമായ വിജയ് നയിക്കുന്ന തമിഴക വെട്രിക്കഴകം അഥവാ TVK ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണോ എന്ന ചോദ്യം. തിങ്കളാഴ്ച ന്യൂഡൽഹിയിൽ നടന്ന നിർണായക ഇന്ത്യ സഖ്യ യോഗത്തിൽ രാജ്യത്തെ 24 പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കൾ പങ്കെടുത്തു. BJP നയിക്കുന്ന NDA സർക്കാരിനെതിരായ ഭാവി രാഷ്ട്രീയ നീക്കങ്ങളും പാർലമെന്റിലെ പ്രതിപക്ഷ തന്ത്രങ്ങളും ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത ഈ യോഗത്തിൽ കോൺഗ്രസ്, തൃണമൂൽ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, RJD, DMK തുടങ്ങിയ പ്രമുഖ പാർട്ടികൾ പങ്കെടുത്തു. എന്നാൽ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു കാര്യമുണ്ടായിരുന്നു. തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തിൽ അതിവേഗം വളർന്നു വരുന്ന ശക്തിയായി മാറിയ വിജയുടെ തമിഴക വെട്രിക്കഴകം ഈ യോഗത്തിൽ ഉണ്ടായിരുന്നില്ല. ഇതോടെയാണ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിരവധി ചോദ്യങ്ങൾ ഉയർന്നത്. വിജയ് ഇന്ത്യ സഖ്യത്തിൽ നിന്ന് അകന്നു നിൽക്കുകയാണോ? കോൺഗ്രസുമായുള്ള ബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ലെങ്കിൽ TVKയെ മനഃപൂർവ്വം യോഗത്തിൽ നിന്ന് ഒഴിവാക്കിയതാണോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം ജൂൺ 8 നടന്ന ഇന്ത്യ സഖ്യയോഗം ഒരു സാധാരണ രാഷ്ട്രീയ യോഗമായിരുന്നില്ല. പാർലമെന്റിൽ നിലവിൽ പ്രാതിനിധ്യമുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ഏകോപന യോഗമായിരുന്നു അത്. ലോകസഭയിലോ രാജ്യസഭയിലോ MP-മാരുള്ള പാർട്ടികൾക്കാണ് പ്രധാനമായും ക്ഷണം ലഭിച്ചിരുന്നത്. പാർലമെന്റിൽ BJP സർക്കാരിനെതിരെ എങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കണം, വരാനിരിക്കുന്ന സമ്മേളനങ്ങളിൽ എന്ത് നിലപാട് സ്വീകരിക്കണം, ദേശീയ രാഷ്ട്രീയ വിഷയങ്ങളിൽ എങ്ങനെ സംയുക്ത നിലപാട് സ്വീകരിക്കണം തുടങ്ങിയ കാര്യങ്ങളിലാണ് യോഗത്തിൽ ചർച്ച ചെയ്തത്. ഇവിടെയാണ് TVKയുടെ സാഹചര്യം വ്യത്യസ്തമാകുന്നത്. വിജയുടെ പാർട്ടി ഇതുവരെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല. അതിനാൽ പാർലമെന്റിൽ TVKക്ക് നിലവിൽ ഒരു MP പോലുമില്ല. ഈ കാരണത്താലാണ് ഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിൽ നടന്ന യോഗത്തിൽ TVKയെ ക്ഷണിക്കാതിരുന്നതെന്നാണ് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. ഈ കാരണത്താലാണ് ഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിൽ നടന്ന യോഗത്തിൽ TVKയെ ക്ഷണിക്കാതിരുന്നതെന്നാണ് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ടാണ് TVKയുടെ അഭാവം ഇന്ത്യ സഖ്യവുമായുള്ള അഭിപ്രായ ഭിന്നതയുടെ സൂചനയല്ലെന്ന് വിലയിരുത്തൽ. എന്നാൽ ഇതോടെ മറ്റൊരു രാഷ്ട്രീയ ചർച്ചയും ശക്തമാകുന്നുണ്ട്. 2026 തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയ് വലിയ രാഷ്ട്രീയ ശക്തിയായി ഉയർന്നു വരികയാണ്. സിനിമയിലെ ജനപ്രീതി രാഷ്ട്രീയത്തിലേക്കും കൊണ്ടുവന്ന വിജയ് തമിഴ്നാട്ടിലെ യുവാക്കൾക്കിടയിലും നഗരമേഖലയിലും ശ്രദ്ധേയമായ സ്വാധീനം നേടിയിട്ടുണ്ട്. DMKയും AIADMKയും മാറി മാറി ഭരിച്ച തമിഴ്നാട്ടിൽ മൂന്നാമത്തെ ശക്തിയായി TVK ഉയർന്നു വരുമോ എന്ന ചോദ്യവും ഇപ്പോൾ ഉയരുന്നുണ്ട്. അതേസമയം വിജയ് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കടക്കുമോ എന്നതും വലിയ ചർച്ചയാണ്. ഇപ്പോൾ TVKക്ക് പാർലമെന്റിൽ പ്രാതിനിധ്യമില്ലെങ്കിലും ഭാവിയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടി മത്സരിക്കുകയും ദേശീയ രാഷ്ട്രീയത്തിൽ സജീവമാവുകയും ചെയ്താൽ ഇന്ത്യ സഖ്യത്തോടോ മറ്റ് ദേശീയ സഖ്യങ്ങളോടോ ചേർന്ന് പ്രവർത്തിക്കാനുള്ള സാധ്യതകളും രാഷ്ട്രീയ നിരീക്ഷകർ തള്ളിക്കളയുന്നില്ല. ഇതിനോടകം തമിഴ്നാട്ടിലെ കോൺഗ്രസ് TVK ബന്ധത്തെക്കുറിച്ചും ചർച്ചകൾ തുടരുകയാണ്. നിലവിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ കോൺഗ്രസും വിജയുടെ പാർട്ടിയും തമ്മിൽ തുറന്ന ഏറ്റുമുട്ടലുകളൊന്നും കാണുന്നില്ല. മറിച്ച് BJP വിരുദ്ധ നിലപാടുകളിൽ ഇരു പാർട്ടികളും പല വിഷയങ്ങളിലും സമാനമായ സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതിനാൽ ഡൽഹിയിലെ ഇന്ത്യ സഖ്യ യോഗത്തിൽ TVK ഇല്ലാതാകുന്നത് ഒരു രാഷ്ട്രീയ അകൽച്ചയുടെ സൂചനയായി കാണേണ്ട സാഹചര്യമില്ലെന്നാണ് രാഷ്ട്രീയ വിശകലന വിദഗ്ധരുടെ അഭിപ്രായം. വിജയുടെ തമിഴക വെട്രിക്കഴകം ഇന്ത്യ സഖ്യം വിട്ടു എന്ന വാർത്തകൾക്ക് നിലവിൽ സ്ഥിരീകരണമില്ല. പാർലമെന്റിൽ MP-മാരില്ലാത്തതിനാലാണ് ഈ പ്രത്യേക യോഗത്തിൽ ക്ഷണം ലഭിക്കാത്തതെന്നാണ് പുറത്തുവരുന്ന വിശദീകരണം. എന്നാൽ വരും മാസങ്ങളിൽ തമിഴ്നാട് രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും വിജയ് എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് ഇന്ത്യ മുഴുവൻ ഉറ്റുനോക്കുകയാണ്.